പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. ബന്ധുക്കളെ സന്ദർശിക്കുക, രുചികരമായ ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പെരുന്നാൾ ദിനത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ചെറിയ പെരുന്നാൾ പ്രസംഗത്തിൽ വിവിധ വിഷയങ്ങളിൽ രൂക്ഷ വിമർശനവുമായി പാളയം ഇമാം VP സുഹൈബ് മൗലവി. കേരള സ്റ്റോറി പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണെന്നും കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ കയ്യിലെ ഉപകരണമായി നമ്മൾ മാറരുതെന്നും ഇമാം പറഞ്ഞു. ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ് പൗരത്വ ഭേദഗതി നിയമമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ചെറിയ പെരുന്നാൾ സന്ദേശത്തിലാണ് സുഹൈബ് മൗലവി സംസാരിച്ചത്. ആയിരങ്ങൾ ഒത്തുകൂടിയ പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ചെറിയ പെരുന്നാൾ സന്ദേശത്തിലാണ് പാളയം ഇമാം സുഹൈബ് മൗലവി വിവിധ വിഷയങ്ങളിൽ വിമർശനം ഉന്നയിച്ചത്. കേരള സ്റ്റോറി എന്ന ചിത്രം പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണെന്നും കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ കയ്യിലെ ഉപകരണമായി നമ്മൾ മാറരുതെന്നും സുഹൈബ് മൗലവി പറഞ്ഞു. പിന്നാലെ ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ് പൗരത്വ ഭേദഗതി നിയമമെന്നും കുറ്റപ്പെടുത്തി. ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന മതേതര സർക്കാർ വരണമെന്നും അതിന് സമ്മതിദാനാവകാശം ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ ആത്മാവിന് നിരക്കാത്ത നിയമങ്ങളാണ് പൗരത്വ ഭേദഗതി നിയമങ്ങളടക്കമുള്ള കാര്യങ്ങൾ. ഒരു സമുദായത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്ന രീതി നമ്മുടെ രാജ്യത്തിന് കേട്ടുകേൾവിയില്ലാത്തതാണ്. ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതര സർക്കാർ രൂപപ്പെടുന്നതിന് വേണ്ടിയാവണം നാം നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടത്. പെരുന്നാൾ സന്ദേശത്തിൽ പൊരുതുന്ന പലസ്തീൻ ജനതയെയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിരവധി പേർ മരിച്ചു വീണിട്ടും അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പലസ്തീൻ ചരിത്രത്തിലും വർത്തമാനത്തിലും മാതൃകയാണ്. ഇസ്രായേൽ വീണ്ടും വീണ്ടും കടന്നാക്രമിക്കുകയാണ്. പലസ്തീനൊപ്പം നിൽക്കുക എന്നാൽ മനുഷ്യത്വത്തിന് ഒപ്പം നിൽക്കുക എന്നതാണ്. ഇസ്രായേലിന്റെ കൂടെ നിൽക്കുക എന്നാൽ പൈശാചികമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ പന്നിൻ രവീന്ദ്രനും ശശി തരൂരും പെരുന്നാൾ നമസ്കാര ചടങ്ങിനെത്തി. ഇരുവരെയും ഇമാം പെരുന്നാൾ ആശംസകൾ അറിയിച്ചു. ഏപ്രിൽ 26 വെള്ളിയാഴ്ചയായതിനാൽ അന്നത്തെ ജുമ 1 മണിക്കായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ലവ് ജിഹാദ് എന്നൊന്നില്ലെന്ന് മതപണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ. കേരളത്തിന്റെ ചരിത്രം മതേതരത്വമാണ്. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചാൽ തകരുന്നതല്ല മതേതരത്വമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു.